ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടുത്തടുത്ത് വരുന്ന സംഖ്യകളുടെ തുക അഥവാ സം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ സം അഥവാ തുക കണ്ടുപിടിക്കാൻ. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ചെയ്യും. എന്നിട്ട് 1ഉം 2ഉം കൂട്ടിയാൽ എത്രയാ? 3. 3 3ഉം കൂട്ടിയാൽ എത്രയാ? 6. 6 4ഉം കൂട്ടിയാൽ 10. 10ഉം 5ഉം കൂട്ടിയാൽ 15. അതായത് 1 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക അഥവാ സം എത്ര കിട്ടി? 15. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 50 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറയുകയാണ്. അത് നമുക്ക് 1 പ്ലസ് 2 3, 3 പ്ലസ് 3 6, അതുപോലെ അങ്ങനെ കൂട്ടിപ്പോകാൻ സാധിക്കുമോ? ഇല്ല, കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1/2 എന്ന ഇക്വേഷൻ. അതായത് 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകൾ, അടുത്തടുത്ത എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1/2. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലെ ആദ്യത്തെ സംഖ്യ 1 ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തടുത്ത സംഖ്യകൾ തന്നെ ആയിരിക്കണം ആഡ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, അതായത് 1 കഴിഞ്ഞാൽ 2 തന്നെ ആയിരിക്കണം, 2 കഴിഞ്ഞാൽ 3 തന്നെ ആയിരിക്കണം. ഓക്കെ, അല്ലാതെ 1 കഴിഞ്ഞ് 1 പ്ലസ് 3 പ്ലസ് 5 അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സം അഥവാ തുക കിട്ടില്ല. ഓക്കെ, അടുത്തടുത്ത സംഖ്യകളായിരിക്കണം, ഫസ്റ്റ് വരുന്ന സംഖ്യ 1 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 1 മുതൽ 50 വരെയുള്ള സംഖ്യകളുടെ തുക അഥവാ സം ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് കാണുക? ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1/2. ഓക്കെ, ഇപ്പൊ ഇവിടെ തുടക്കം എന്താണ്? 1 ആണ്. അതുപോലെ അടുത്തടുത്ത സംഖ്യകൾ തന്നെയാണ് നമ്മളോട് കൂട്ടാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടുത്തെ n എന്ന് പറയുന്നത് എന്താണ്? 1 മുതൽ ഏത് വരെയുള്ള സംഖ്യയുടെ തുകയാണോ കാണാൻ പറഞ്ഞിട്ടുള്ളത് ആ സംഖ്യയാണ് n എന്ന് പറയുന്നത്. ഇവിടെ 1 മുതൽ 50 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 50 എന്നതാണ് n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ n-ന്റെ സ്ഥാനത്തൊക്കെ നമുക്ക് 50 എന്നിട്ട് കൊടുക്കണം. 50 ഇൻറ്റു 50 പ്ലസ് 1/2. 50 ഇൻറ്റു 50 പ്ലസ് 1 51 ഹരിക്കണം 2. ഇനി ആദ്യം തന്നെ നമുക്ക് 50നെയും 51നെയും ഗുണിക്കണം. 50 ഇൻറ്റു 51. 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 5 5, 5 ഇൻറ്റു 0 0, 5 ഇൻറ്റു 5 25. ഇനി ഇത് കൂട്ടണം. 0 ഇറക്കി എഴുതി, 5ഉം 0ഉം കൂട്ടിക്കഴിഞ്ഞാൽ 5, 5ഉം 2ഉം ഇറക്കി എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 50 ഇൻറ്റു 51 എന്ന് പറയുന്നത് 2550 ഹരിക്കണം 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 2550നെ 2 കൊണ്ട് ഹരിക്കാം. 2ൽ എത്ര 2 ഉണ്ട്? 1. 1 ഇൻറ്റു 2 2. ഇനി 2ൽ നിന്നും 2 പോയാൽ 0, 5 ഇറക്കി എഴുതി. 5ൽ എത്ര 2 ഉണ്ട്? 2. 2 ഇൻറ്റു 2 4. 5ൽ നിന്നും 4 പോയി കഴിഞ്ഞാൽ എത്രയാ? 1. ഇനി അടുത്ത 5 ഇറക്കി എഴുതി. 15ൽ എത്ര 2 ഉണ്ട്? 7. 7 ഇൻറ്റു 2 എത്രയാ? 14. 15ൽ നിന്നും 14 പോയാൽ 1. ഇനി ഇറക്കി എഴുതാനുള്ളത് 0 മാത്രമാണ്. അപ്പൊ 0വും ഇറക്കി എഴുതി. 10ൽ എത്ര 2 ഉണ്ട്? 5. 5 ഇൻറ്റു 2 10. 10ൽ നിന്നും 10 പോയി കഴിഞ്ഞാൽ 0. ഓക്കെ, അപ്പൊ 2550 ഹരിക്കണം 2 നമുക്ക് എത്ര കിട്ടി? 1275. അതായത് 1 മുതൽ 50 വരെയുള്ള അടുത്തടുത്ത എണ്ണൽ സംഖ്യകളെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1275 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് ഏത് വരെയുള്ള സംഖ്യകൾ വേണമെങ്കിലും കണ്ടുപിടിച്ചൂടെ? അങ്ങനെയെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 100 വരെയുള്ള സംഖ്യകളുടെ തുക ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? ഉത്തരം കമന്റ് ചെയ്യുക. ഇപ്പൊ നമ്മള് 1 മുതൽ n വരെയുള്ള അടുത്തടുത്ത എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പഠിച്ചു. ഇനി 1 മുതൽ n വരെയുള്ള അടുത്തടുത്ത എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക അഥവാ സ്ക്വയേഴ്സിന്റെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ. ഇതിന്റെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ സെയിം ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1/2. പക്ഷെ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഗുണിക്കാനുണ്ട്, 2n പ്ലസ് 1. ഓക്കെ, ഈ സെയിം ഇക്വേഷന്റെ കൂടെ 2n പ്ലസ് 1 കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് അഥവാ വർഗങ്ങളുടെ തുക കിട്ടും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ്
10² അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് അഥവാ വർഗങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഇക്വേഷൻ നമുക്കറിയാം, n×n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? n×n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഇക്വേഷൻ ആണ്. അതിന്റെ കൂടെ 2n+1 കൂടെ ഗുണിച്ചെഴുതണമെന്ന് മാത്രം. ഓക്കെ, ഇനി ഇവിടെ n എന്താണ്? നമുക്കറിയാം 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ വർഗം അഥവാ സ്ക്വയേഴ്സിന്റെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ n എന്ന് പറയുന്നത് ഏതായിരിക്കും? 10. അപ്പൊ n-ന്റെ സ്ഥാനത്തൊക്കെ നമുക്ക് 10 ഇട്ട് കൊടുക്കാം. 10 ഇൻറ്റു 10+1 ഇൻറ്റു 2 ഇൻറ്റു 10+1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 10 ഇൻറ്റു 10+1 എത്രയാ? 11 ഇൻറ്റു ഇനി 2 ഇൻറ്റു 10 20 ആണ്. 20 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 21 ഹരിക്കണം 2. ഇനി നമുക്ക് ആദ്യം തന്നെ 10 ഇൻറ്റു 11 എത്രയാണ്? 11 ഇൻറ്റു 21 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 10 ഇൻറ്റു 11 കണ്ടുപിടിക്കാം. 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1. കൂട്ടിക്കഴിഞ്ഞാൽ 0 ഇറക്കി എഴുതി, 1ഉം 0ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1 1 ഇറക്കി എഴുതി. അപ്പൊ 10 ഇൻറ്റു 11 നമുക്ക് എന്ത് കിട്ടി? 110. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 110നെ വീണ്ടും 21 കൊണ്ട് ഗുണിക്കണം. 110 ഇൻറ്റു 21, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 0 0, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 1 2. ഇനി ഇത് കൂട്ടണം. 0 ഇറക്കി എഴുതി, 1ഉം 0ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1 തന്നെ, 1ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 3, 2 ഇറക്കി എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10 ഇൻറ്റു 11 ഇൻറ്റു 21 2310 ഹരിക്കണം 2. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 2310നെ 2 കൊണ്ട് ഹരിക്കണം. 2310 ഹരിക്കണം 2. 2ൽ എത്ര 2 ഉണ്ട്? 1. 1 ഇൻറ്റു 2 2. 2ൽ നിന്നും 2 പോയാൽ എത്രയാ? 0. ആദ്യത്തെ സംഖ്യ ഇറക്കി എഴുതി 3. 3ൽ എത്ര 2 ഉണ്ട്? 1. 1 ഇൻറ്റു 2 2. ഇനി 3ൽ നിന്നും 2 പോയാൽ എത്രയാ? 1. ഇനി ഈ 1നെ ഇറക്കി എഴുതി. 11ൽ എത്ര 2 ഉണ്ട്? 5. 5 ഇൻറ്റു 2 എത്രയാ? 10. 11ൽ നിന്നും 10 പോയി കഴിഞ്ഞാൽ 1. വീണ്ടും ബാക്കി ഇനി 0 മാത്രമേ ഇറക്കി എഴുതാനുള്ളൂ. ആ 0 കൂടി ഇറക്കി എഴുതി. 10ൽ എത്ര 2 ഉണ്ട്? 5. 5 ഇൻറ്റു 2 എത്രയാ? 10. 10ൽ നിന്നും 10 പോയി കഴിഞ്ഞാൽ 0. അപ്പൊ നമുക്ക് 2310 ഹരിക്കണം 2 എന്ത് കിട്ടി? 1155. അതായത് 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് എക്സെട്ര പ്ലസ് 10² നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടിയത്? 1155. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഇനി നമുക്ക് 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് എക്സെട്ര പ്ലസ് 100² അതായത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് അഥവാ വർഗം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? അത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ 1 മുതൽ n വരെയുള്ള അടുത്തടുത്ത എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പഠിച്ചു. അതുപോലെ 1 മുതൽ n വരെയുള്ള അടുത്തടുത്ത സംഖ്യകളുടെ വർഗം അഥവാ സ്ക്വയേഴ്സുകളുടെ തുക കാണാനും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് അഥവാ ഗണങ്ങളുടെ തുക കാണാനാണ് പഠിക്കുന്നത്. അതായത് 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്ര പ്ലസ് n³ കണ്ടുപിടിക്കാം. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്താ? അതിന്റെ ഇക്വേഷനും ഇത് തന്നെയാണ്, n×n+1/2. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 2n+1 ഗുണിച്ചതുപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് n×n+1/2ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്ര പ്ലസ് n³ വരെയുള്ള തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? n×n+1/2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാതും നമ്മൾ ഈ n×n+1/2 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. ഓക്കെ, രണ്ടാമത്തേതിൽ നമുക്ക് 2n+1 ഗുണിച്ചാൽ മതി. മൂന്നാമത്തേതിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? n×n+1/2ന്റെ സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്ര പ്ലസ് 10³ അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗണങ്ങളുടെ അഥവാ ക്യൂബുകളുടെ തുക എങ്ങനെയാണ് കാണുക? ഇക്വേഷൻ എന്താ? n×n+1/2 ഹോൾ സ്ക്വയർ. ഇക്വേഷൻ എന്താണ്? n×n+1/2 ഹോൾ സ്ക്വയർ. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് അഥവാ ഗണങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 10. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? n-ന്റെ സ്ഥാനത്തൊക്കെ 10 ഇട്ട് കൊടുക്കാം. 10 ഇൻറ്റു 10+1 ഹരിക്കണം 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു
10 ഇൻറ്റു 10 പ്ലസ് 1 എത്രയാ 11 ഹരിക്കണം 2 ഹോൾ സ്ക്വയർ. ഇനി ആദ്യം തന്നെ നമുക്ക് 10 ഇൻറ്റു 11 ചെയ്യാം. 10 ഇൻറ്റു 11 1 ഇൻറ്റു 0 0 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 0 0 1 ഇൻറ്റു 1 1. ഓക്കെ, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 0 ഇറക്കി എഴുതി, 1 0 കൂട്ടിക്കഴിഞ്ഞാൽ 1 ഇറക്കി എഴുതി. അപ്പൊ 10 ഇൻറ്റു 11 നമുക്ക് എന്ത് കിട്ടി? 110. 110 ഹരിക്കണം 2 ഹോൾ സ്ക്വയർ. ഇനി 110ന്റെ പകുതി എത്രയാ? 55. 55ന്റെ സ്ക്വയർ ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 55 സ്ക്വയർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 55 ഇൻറ്റു 55 ആണ്. ഓക്കെ, അപ്പൊ 55 ഇൻറ്റു 55 നമുക്കൊന്ന് ചെയ്യാം. 55 ഇൻറ്റു 55 5 ഇൻറ്റു 5 എത്രയാ? 25. അപ്പൊ 2 ഇവിടെ എഴുതി, 5 ഇവിടെ എഴുതി. 5 ഇൻറ്റു 5 25 ആണ്. 25 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 27. വീണ്ടും 5 ഇൻറ്റു 5 എത്രയാ? 2 ഇവിടെ എഴുതി, 5 ഇവിടെ എഴുതി, 25. 5 ഇൻറ്റു 5 25 ആണ്. 25 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 27. ഇനി ഇതും കൂട്ടണം. 5 ഇറക്കി എഴുതി, 7ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 12. ഇനി 7 പ്ലസ് 2 പ്ലസ് 1 എത്രയാ? 10. 2 1 കൂട്ടിക്കഴിഞ്ഞാൽ 3. അപ്പൊ നമുക്ക് 55 ഇൻറ്റു 55, അതായത് 55ന്റെ സ്ക്വയർ എത്ര കിട്ടി? 3025. ഓക്കെ, അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് അഥവാ ഘനങ്ങളുടെ തുക നമുക്ക് എത്രയാണ് കിട്ടിയത്? 3025. ഈസി അല്ലേ? ഇനി നമുക്ക് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 100 ക്യൂബ്, അതായത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് അഥവാ ഘനങ്ങളുടെ തുക നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? അത് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ആദ്യത്തെ n ഒറ്റക്ക സംഖ്യകളുടെ തുകയും ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയും പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ആദ്യത്തെ n ഒറ്റക്ക സംഖ്യകളുടെ വർഗം അഥവാ സ്ക്വയേഴ്സുകളുടെ തുകയും ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ വർഗങ്ങൾ അഥവാ സ്ക്വയേഴ്സുകളുടെ തുകയും കൂടെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.